Hi, good evening. Thank you for watching my channel, Learn Business with Fazil. ഓക്കെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ച് സ്വർണത്തിന് മാത്രം ഇത്ര മൂല്യം? അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ സ്വർണത്തിന്റെ വില എന്തുകൊണ്ട് കൂടുന്നു? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇതാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യം നമ്മൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം ഹിസ്റ്ററി, അല്പം എക്കോണമിക്സ്, അല്പം സൈക്കോളജി, ഇത് മൂന്നും നമ്മൾ വിശകലനം, ഈ മൂന്ന് പോയിന്റോട് കൂടി തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും, ഒരു ആൻസർ കിട്ടുള്ളൂ. എക്കോണമിക്സ് എന്നുള്ളത് എപ്പോഴും ബാക്ക് ചെയ്യുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ കൂടി ഉണ്ടാകുമ്പോഴാണ്. If you have economics but there is no history for it, it's meaningless. Economics always നമ്മൾക്കതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ ഗോൾഡും അതിൻ്റെ എക്കോണമിക്സും, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള സ്വർണത്തിന് എന്തുമാത്രം വാല്യൂ കൂടി, സ്വർണം, വെള്ളി, കോപ്പർ എന്തുകൊണ്ട് വാല്യൂ കൂടി എന്നുള്ളത് നോക്കാം. പുരാതന കാലഘട്ടത്തിലും ഈ സംസ്കാരങ്ങൾ ഉടലെടുത്ത ഏതെങ്കിലും ഒരു നദീതടത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെള്ളം എവിടെയാണ് കിട്ടുന്നത്, ആ സ്ട്രീം കിട്ടുന്നതിൻ്റെ അടുത്താണ് പുരാതന കാലത്ത് സംസ്കാരങ്ങൾ എന്നത്. അന്നത്തെ കാലത്ത് നദികളിൽ കൂടെ ഒരു ചെറിയൊരു തിളങ്ങുന്ന ഒരു വസ്തു അവരത് കണ്ടുപിടിച്ചു. അത് മെറ്റലിനെ കുറിച്ചിട്ട് അറിയാവുന്ന സാഹചര്യത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്, നോട്ട് സ്റ്റോണേജ്. മെറ്റലിനെ കുറിച്ച് അവർ മനസ്സിലാക്കി ഇത് ഒരു പുതിയൊരു തരം മെറ്റലാണെന്ന്. സോ അതിന് അവർക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടു. നമ്മളതിന് ഗോൾഡ് എന്ന് വിളിക്കുന്നു. അത് കയ്യിൽ തിളങ്ങുന്നതാണ്, മഞ്ഞ നിറം. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ചിട്ട് എന്തും തിളങ്ങുന്നതിനോടൊരു ആകർഷണം നമ്മളുടെ ബ്രെയിൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. തിളങ്ങുന്നതിനോട് കൂടി ഒരു ആകർഷണം നമ്മളുടെ ബ്രെയിനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് സ്വർണത്തിന് സൂര്യൻ്റെതായിട്ട് കളറാണ്, കൂടുതൽ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തിളങ്ങുന്ന മറ്റു ലോഹങ്ങളായിട്ടുള്ള വെള്ളിയും അതോടുകൂടി തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടി. ഇനി നമുക്ക് എക്കോണമിക്സിലേക്ക് വരാം, പുരാതന എക്കോണമിക്സിലേക്ക് വരാം. ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റമായിരുന്നു. സാധനം കൊടുത്ത് സാധനം വാങ്ങൽ. ബാർട്ടർ സിസ്റ്റത്തിന് പോരായ്മകൾ അവർക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ കടലിൽ പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവരുന്നു, വേറൊരാൾ അരി ഉണ്ടാക്കുന്നു, അത് പരസ്പരം ട്രേഡ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര മീനിന് എത്ര അരി എന്നുള്ളതിലൊരു വ്യക്തത ആർക്കും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി തന്നെ ചില ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് വേണം. ഉദാഹരണത്തിന് ഒരു വാളുണ്ടാക്കാൻ ഒരു അരി ഉണ്ടാക്കുന്നത് പോലെയല്ല, കൂടുതൽ എഫേർട്ട് വേണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് എൻ്റെ വാളിന് നീ എത്ര ചാക്ക് നെല്ല് അല്ലെങ്കിൽ അരി തരും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളുടെ ഇടയിൽ അവർക്ക് ഒരു കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ളൊരു സാധനം വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ പതുക്കെ അവരൊരു കോമൺ ആയിട്ടുള്ള ഒരു ട്രേഡിങ് കറൻസി എന്നുള്ള ലെവലിലേക്ക് അത് പോയത്. ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന റെക്കോർഡുകൾ അനുസരിച്ചിട്ട് ലിഥിയൻ കൾച്ചറാണ് BC 600-ൽ ഒരു വാല്യൂ ഉള്ള, ഗവൺമെന്റ് സർക്കാർ മുദ്രയുള്ള ഒരു സ്വർണ്ണ നാണയം ഇറക്കിയത്. പക്ഷെ അതിനു മുമ്പും സ്വർണം ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പുരാതന തമിഴകത്തുനിന്ന് ഇവിടെ നിന്ന് ഈജിപ്തിലേക്കും പേർഷ്യയിലേക്കും റോമിലേക്കും കപ്പലിൽ കയറിയിട്ട് ഇവിടത്തുള്ള വാല്യൂബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, അതായത് സ്പൈസസ് അവിടെ നിന്ന് കൊണ്ടുപോയി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് രേഖകളുണ്ട്. അതിന് പകരമായിട്ട് അവർ ഗോൾഡ് വാങ്ങിച്ചിരുന്നു. പക്ഷെ ആ ഗോൾഡിൽ ഇത്ര മൂല്യം എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ഇത്ര മൂല്യം, അതായത് ഇത്ര ഗ്രാം, അതായത് പോഷൻ ചെയ്തെടുക്കുക, ഇത്ര ഗ്രാം സ്വർണത്തിന് പകരമായിട്ട് ഇത്ര കുരുമുളക് എന്നുള്ള ഒരു ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ലിഥിയൻ ഡൈനാസ്റ്റി ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോയിൻ, ഒരു 2 ഗ്രാം കോയിൻ, 5 ഗ്രാം കോയിൻ, 8 ഗ്രാം കോയിൻ വിത്ത് ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി വരുമ്പോൾ അതിന് കൂടുതൽ ട്രസ്റ്റബിളായി. പതിയെ അത് പേർഷ്യൻ,
അന്നത്തെ വലിയ സാമ്രാജ്യമായിട്ടുള്ള പേർഷ്യൻ, റോമൻ ഉള്ള സാമ്രാജ്യങ്ങൾ വന്നു. പിന്നീട് ഇന്ത്യക്കാരത് ഫോളോ ചെയ്തു, ആഫ്രിക്കൻസ് ഫോളോ ചെയ്തു, ചൈനീസ് ഫോളോ ചെയ്തു. അതേപോലെ നമുക്കറിയാവുന്ന ആ സമയത്ത് ഉള്ള ലോകങ്ങളിൽ ഒരുവിധം എല്ലാം പതുക്കെ പതുക്കെ ഗോൾഡ് എന്നുള്ളത് ഒരു ആക്സെപ്റ്റഡ് കറൻസി. അതിന് മുമ്പ് തന്നെ ഗോൾഡ് എന്നുള്ളത് ഒരു ട്രേഡിംഗ് വസ്തുവായിരുന്നു, പക്ഷെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ്. എന്തുകൊണ്ട് ഗോൾഡ്? ഒന്നാമത്, എന്തും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതിന് വാല്യൂ കൂടുതലുണ്ടാകും, അത് സ്വാഭാവികതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു സൈക്കോളജിക്കലി സ്ത്രീകൾ അണിയുന്നത് കൊണ്ടും ഒരു കൂടുതലായിട്ട് അതിനോട് ഒരു വാല്യൂ കൂടുതൽ കൊടുത്തതാണ്. വാല്യൂ എന്നുള്ളത് നമ്മൾ ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരാളിലോ നമ്മളൊന്ന് സങ്കല്പിക്കുകയാണ്, ഇതാണ് ഒരു വസ്തു. ഉദാഹരണത്തിന് നമ്മളൊരു 100 മീറ്റർ റൈസ് ഓടുകയാണ്. അപ്പോൾ എൻഡ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ഓൾറെഡി ഒരു ലൈൻ വരച്ചു വെച്ചിരിക്കുന്നു. ആ ഓടുന്നവരോടുത്ത് പറയണു ഇതാണ് എൻഡ് പോയിന്റ്, ഇതാണ് സ്റ്റാർട്ട് പോയിന്റ്. ആ വാല്യൂ ആ വരയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് അത് എൻഡ് പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് ആകണം, അല്ലെങ്കിൽ അത് വെറും ഒരു വരയാണ്. അപ്പോൾ ഈ ഗോൾഡിന് നമ്മളൊരു വാല്യൂ, ഒരു മാസ്, ഒരു നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ രീതിയിൽ നോക്കണം, എല്ലാവരും വാല്യൂ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വസ്തുവിന് വാല്യൂ കൊടുക്കുന്നു. 5000-ഓളം വർഷങ്ങളായിട്ട് ഗോൾഡ് നമ്മുടെ സൊസൈറ്റിയിൽ വാല്യൂബിൾ തിങ്സ് ആയിട്ട് നിൽക്കുന്നു. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തത് യൂറോപ്പിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ അധികം ഗോൾഡ് ഇട്ട് നടക്കുന്നവർ കണ്ടു. ഒരു പക്ഷേ സ്കേഴ്സിറ്റി ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഗോൾഡ് വരുന്നത് ആഫ്രിക്കയിൽ തന്നെ. പക്ഷേ ആഫ്രിക്കൻ ലേഡീസ് ദേ ഡോണ്ട് വെയർ ഗോൾഡ് അറ്റ് ഓൾ. മേ ബി ബിക്കോസ് ദേ ആർ പുവർ, അത് എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ യൂറോപ്യൻ ലേഡീസ് അല്ലെങ്കിൽ അമേരിക്കൻ, ഓസ്ട്രേലിയൻ, അവരൊക്കെ കൂടുതൽ ഡയമണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്, ചെറിയ ജ്വല്ലറിയാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ, ശ്രീലങ്ക, നമ്മൾ ഏഷ്യൻസ് ആണ് കൂടുതൽ വലിയ ജ്വല്ലറി ഇട്ട് നടക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുള്ളൂ. അത് അത് ഡിപ്പെൻസ് അപ്പോൺ സൈക്കോളജി ഓഫ് ടു നേഷൻസ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ സൈക്കോളജിക്കലായിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ട്രഡീഷൻ എന്നൊരു വാക്ക് പറയുന്നതാണ് കൂടുതൽ എളുപ്പം. അങ്ങനെ ഗോൾഡ് ഒരു സ്റ്റാൻഡേർഡ് കറൻസിയായി. അത് മതങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഖുറാനിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും തോറയിലാണെങ്കിലും സ്വർണത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനകളുണ്ട്. അത് ഈവൺ സ്വർഗത്തിലെ ഒരു ഒരു എന്താ പറയുക, റൂമുകൾ വരെ സ്വർണത്തിലായിരിക്കും, വഴി സ്വർണത്തിലായിരിക്കും. അത് എത്ര ബോറിംഗ് ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല, എന്നുള്ള വർണ്ണനകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതങ്ങൾ, റിലീജിയസ് ബുക്കുകൾ വരെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ഗോൾഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളൂ. അതിനുശേഷം 19-ാം നൂറ്റാണ്ടായപ്പോൾ പതുക്കെ ഗോൾഡിന് പകരം പേപ്പർ കറൻസി വന്നു. പേപ്പർ കറൻസി, അതായത് കൂടുതൽ സേഫ് ആണ് എന്നുള്ള ഫീലിംഗ്. ഗവൺമെന്റ് പ്രോമിസ് ആണ്. പേപ്പർ കറൻസി ഈസ് എ പ്രോമിസ്. നമ്മൾക്ക് ഇത്ര 100 രൂപന്റെ നോട്ടിന് പകരം ഇത്ര ഗോൾഡ് കിട്ടും എന്നുള്ളതായിരുന്നു ആദ്യത്തെ കമ്പാരിസൺ. അപ്പം നമ്മൾ $1 അഗെയിൻസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് അഗെയിൻസ്റ്റ് ഡോളർ ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ അതും ഒരു ഘട്ടം വരെ തുടങ്ങി. 1970s അമേരിക്കൻ ഗവൺമെന്റ് ഈ ഒരു സ്റ്റാൻഡേർഡ് എടുത്തു കളഞ്ഞു. ഡോളർ എന്നുള്ളത് ഗോൾഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി അല്ല. ഇത്ര റിസർവ് പണം സെൻട്രൽ ബാങ്കിൽ ഗോൾഡ് ഉണ്ടായാൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മറ്റുള്ള വണ്ടികൾക്ക് ഇന്നും ഉണ്ട് സെൻട്രൽ ബാങ്കിലുള്ള ഗോൾഡ് റിസർവ്. ആ ഒരു സ്റ്റാൻഡേർഡ് എടുത്തു കളഞ്ഞു. അപ്പോൾ അതിന് പകരം കൂടുതൽ മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് പെട്രോളിന് സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ലോകത്തിലെവിടെയെങ്കിലും പെട്രോള് വിൽപ്പനയോ വാങ്ങലോ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോളറിലായിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് അമേരിക്കൻ ഗവൺമെന്റ് പതിയെ കൊണ്ടുവന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലിബിയ, ഇപ്പോൾ ഇൻകാലത്ത് ഇറാൻ, അപ്പോൾ അതുപോലുള്ള മറ്റിപ്പോൾ വെനീസുല അങ്ങനെയുള്ള കൺട്രികൾ വരുമ്പോഴാണ് അത് അമേരിക്കയുടെ എക്കോണമിക്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ഗോൾഡ് നമ്മളാണ് അതിന് വാല്യൂ കൊടുത്തത്. നമ്മളുടെ സൈക്കോളജി അതിന് വാല്യൂ കൊടുത്തു. ആ വാല്യൂ കൊടുത്തുനിന്ന് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
ഏതൊരു വസ്തുവിന് വില കുറഞ്ഞാലും ഗോൾഡിന് വില കുറയില്ല എന്നുള്ളത് കൊണ്ട് അപകട സമയത്ത് കൂടുതലായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ സേഫായിട്ടുള്ള ഒരു സാധനം, ഒരു വസ്തു, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഒരു സെൻട്രൽ ബാങ്ക്, ഗവൺമെൻറ്റിന് ആവശ്യമുണ്ട്, സെൻട്രൽ ബാങ്ക് വാങ്ങുന്നുണ്ട്, എപ്പോഴും ഇതിന് ആവശ്യക്കാരുണ്ടാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പം നാളെ ഒരു പക്ഷേ 50 വർഷം കഴിഞ്ഞിട്ട് നമ്മളുടെ വീക്ഷണം മാറുകയാണ്. സ്ത്രീകൾ ഗോൾഡ് ഉപയോഗിക്കുന്നില്ല. ഇതേപോലെ അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞതുപോലെ ഓരോ ഗവൺമെൻറ്റും ഞങ്ങളുടെ കറൻസി ഗോൾഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞങ്ങൾ ലിങ്ക് ചെയ്യുന്നില്ല എന്ന് ഓരോ ഗവൺമെൻറ്റും പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് കുറയും. സോ പറഞ്ഞു വരുന്നതേ ഉള്ളൂ, ഗോൾഡ് നമ്മളാണ് അതിന് വാല്യൂ കൊടുത്തത്. അത് ഹിസ്റ്റോറിക്കലി അതിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നേ ഉള്ളൂ. ഹിസ്റ്റോറിക്കലി ഗോൾഡ് വാസ് എ കറൻസി. ആ കറൻസി ഇന്നും അത് ആ വാല്യൂ ഉള്ളത് കൊണ്ട് ഇന്നും അത് കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. If you have any other question, just comment. I will definitely answer. Thank you so much. Bye bye.